നമസ്കാരം. എന്ത് പറയണമെന്നറിയില്ല. സത്യം പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് വളരെ 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 നിരാശാജനകമായിട്ടുള്ള ഒരു പെർഫോമൻസ്. ശരിക്കും പറഞ്ഞാൽ ഡൽഹി ചെന്നൈയിൽ കളിക്കാൻ വരുമ്പോൾ ഡൽഹിക്ക് എല്ലാവിധ ആധിപത്യമുണ്ട്, ഡൽഹിക്കാണ് കൂടുതൽ ചാൻസ്. എങ്കിലും നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞത് ചെന്നൈക്ക് ഈക്വൽ ചാൻസ് ഉണ്ടെന്നാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ഹോം ഗ്രൗണ്ടിൻ്റെ അഡ്വാൻറ്റേജ്, ആ ടീമിൻ്റെ ലെഗസി, അവർ തിരിച്ചു വരും, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീമാണ്, ഇത്രയും ഹിസ്റ്ററി ഉള്ളൊരു ടീമാണ്, അവർ തിരിച്ചു വരുന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ്. പക്ഷെ അതെല്ലാം കാറ്റിപ്പുറത്തിക്കൊണ്ട് വളരെ പത്തറ്റിക് ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് ചെന്നൈ ഇന്ന് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ചും ബാറ്റിങ്ങിൽ വളരെ പത്തറ്റിക്. അതായത് ജയിക്കണമെന്നുള്ളൊരു താല്പര്യമേ അവരുടെ ഒരു ബാറ്റിംഗ് കണ്ടപ്പോൾ തോന്നിയില്ല. പ്രത്യേകിച്ച് ഒരു 10 ഓവർ കഴിഞ്ഞിട്ട് ധോണിയും വിജയ് ശങ്കറും കൂടെ ഒക്കെ ബാറ്റ് ചെയ്യുന്ന കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറക്കം വന്നു. ആ ഡഗ്ഔട്ടിലൊക്കെ ഇരുന്ന ആൾക്കാർ ഉറങ്ങുന്നുണ്ടായിരുന്നു. അതുപോലെ വളരെ ഒരു താല്പര്യം ഇല്ലാത്ത രീതിയിൽ, ആരാധകർക്കുള്ളൊരു താല്പര്യം പോലും ഇല്ലാത്ത ഒരു രീതിയിലുള്ളൊരു ക്രിക്കറ്റ് കളി ഞാൻ ഈ അടുത്തെങ്കിൽ IPL കണ്ടിട്ടില്ല. അത്ര മോശം പെർഫോമൻസ്. ബോളിങ്ങിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ബോളേഴ്സിനെ യൂസ് ചെയ്യാതെ വീണ്ടും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. ഇപ്പോൾ പവർ പ്ലേയിൽ അശ്വിനെ കുറച്ചും കൂടെ താഴേക്കാണ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ജഡേജ കുറച്ചും കൂടെ നേരത്തെ കൊണ്ടുവന്ന് ഒരു വിക്കറ്റ് ഇട്ട്, ജഡേജ കൊണ്ടുവന്നൊരു വിക്കറ്റ് ഇട്ടിട്ട് പിന്നെ ജഡേജ പിന്നെ കൊണ്ടുവരുന്നത് 12ാമത്തെ ഓവറിലാണ്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇനി ലെഫ്റ്റ് ഹാൻഡറിൻ്റെ എതിരെ എറിയാൻ വയ്യാത്തുണ്ടായിരുന്നെങ്കിൽ ജഡേജ എടുത്ത വിക്കറ്റും ലെഫ്റ്റ് ഹാൻഡറിൻ്റെയാണ്. അതുപോലെ തന്നെ നൂർ അഹമ്മദിനെ ഒരു ഓവർ ബാക്കി നിൽക്കുകയാണ് കളി കഴിയുമ്പോൾ. ഏറ്റവും സ്ട്രൈക്ക് ബോളറായിട്ടുള്ള ചെന്നൈക്ക് ഇത്രയും റിസൾട്ട് കൊടുത്തിട്ടുള്ള ഒരു ബോളറിൻ്റെ ഒരു ഓവർ പെൻഡിങ് നിൽക്കുമ്പോൾ കളി അവസാനിക്കുക എന്ന് പറയുന്നത് എന്ത് കാൽക്കുലേഷൻ ഇല്ലായ്മയാണ് ക്യാപ്റ്റൻ്റെ ഭാഗത്തുനിന്ന്. ബാക്കിയുള്ള ബോളേഴ്സ് നന്നായിട്ട് അടി കൊള്ളുന്നുണ്ടെന്നും കൂടെ ഓർക്കണം. ആ ചൗധരിക്കൊക്കെ നന്നായിട്ട് അടി കിട്ടി. അത് ബോളിങ്ങിൻ്റെ ഭാഗത്ത് വളരെ കാൽക്കുലേറ്റീവ് അല്ലാത്ത രീതിയിലുള്ള റിസോഴ്സിൻ്റെ യൂസേജ്, പ്രോപ്പറായിട്ട് റിസോഴ്സ് യൂസ് ചെയ്യാതെ വളരെ മോശം ക്യാപ്റ്റൻസി എന്ന് തന്നെ പറയാം പൃഥ്വിരാജിൻ്റെ. കാരണം ഈ ഇത്രയും റിസോഴ്സ് ശരിക്കും പറഞ്ഞാൽ ചെന്നൈയുടെ ടീമിനെ കണ്ടിട്ട് അന്തം വിട്ടിരുന്ന ആദ്യം ഈ ഒരു ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ. കാരണം ഇത്രയും ഓൾറൗണ്ടേഴ്സ്, ഇത്ര റിസോഴ്സ് ഇവരുടെ കയ്യിലുണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു റിസോഴ്സിനെ വെച്ചിട്ട് ഇത്രയും പത്തറ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാണിക്കുക എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല. അത് ക്യാപ്റ്റൻ്റെ കഴിവേടെന്ന് തന്നെ നമുക്ക് തുറന്ന് പറയേണ്ടി വരും. പെർഫോമൻസ് ഇല്ല എന്നുള്ളത് സമ്മതിക്കുന്നു, പല ടീമിലെ അംഗങ്ങളും പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളത്. പക്ഷെ ഉള്ള റിസോഴ്സിനെ നീ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടാണ് കളി തോക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടാണ് കളി തോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷേ ഇത് അങ്ങനെയല്ല, വളരെ പത്തറ്റിക് ആയിപ്പോയി. ഇനി ബാറ്റിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കോൺവേ വന്നു, നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോൺവേ വന്നു. എന്നിട്ടും ചെന്നൈ രക്ഷിക്കാൻ പറ്റിയില്ല. കാരണം ഇനിഷ്യൽ വിക്കറ്റ്സ് ഇങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു ഇൻറ്റൻറ്റ് കാണിച്ചത് ശിവൻ ദുബെ മാത്രമാണ്. ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ട് സാധനം എന്താണെന്ന് ചെന്നൈയുടെ പ്ലേയേഴ്സിന് അറിയത്തില്ല എന്ന് തോന്നുന്നു. ഒരു ബാറ്റ്സ്മാൻമാർക്കും സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ മതി ഓരോരുത്തരെയും. വളരെ മോശം സ്ട്രൈക്ക് റേറ്റ് എല്ലാവർക്കും. ധോണിയൊക്കെ വന്നിട്ട് കളിച്ച് എന്താ പറയുന്നത്, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു പ്ലെയർ, ഈ ഒരു ക്ലബിന് വേണ്ടിയിട്ട് ഇത്രയും കപ്പ് അടിച്ചിട്ടുള്ള ഒരു ക്യാപ്റ്റൻ, പുള്ളി എന്താ പറയാൻ പറ്റുന്നതെന്ന് അറിയില്ല. പുള്ളിയുടെ പ്രായം കഴിഞ്ഞു പോയെന്ന് പറയാൻ പറ്റുമോ എനിക്കറിയില്ല. കാരണം ആ ഒരു ഫിനിഷറിൻ്റെ ഉള്ള റോളിൽ ഇങ്ങനെ കളിച്ചാൽ മതിയോ എന്ന് ചോദിച്ചാൽ, ഫാൻസിനോട് ചോദിച്ചാൽ ഫാൻസ് പറയും ഇത്രയും മതി, ഞങ്ങൾക്ക് ധോണി ഇത്രയും കളിച്ചാൽ മതി എന്ന് പറയും. പക്ഷേ അതല്ല. ശരിക്കും പറഞ്ഞാൽ ധോണി, വിജയ് ശങ്കറൊക്കെ എന്തുമാത്രം ലക്കായിട്ട്, എന്തുമാത്രം ചാൻസാണ് കിട്ടിയത്. എന്നിട്ടാണ് ഇത് അടിച്ചത്. ധോണിയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക 16 ഓവറോ 15 ഓവറിലൊന്നും ഒരു അവിടം തൊട്ടൊന്നും ട്രൈ ചെയ്യുന്നതായിട്ടൊന്നും തോന്നിയതേ ഇല്ല. കൈ നൂത്തൊന്നും അടിക്കുന്നതായിട്ട് പോലും തോന്നിയില്ല. വയ്യാന്നുണ്ടെങ്കിൽ ഓക്കെ, അതെന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ പരിതാപകരം. പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വിജയ് ശങ്കർ 69 ബോളിൽ 54 റൺ അടിച്ചു. ഇനി ഡൽഹിയുടെ ബാറ്റിങ്ങിൽ KL രാഹുൽ ബ്യൂട്ടിഫുള്ളായിട്ട് ബാറ്റ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഡൽഹിയുടെ ബാറ്റിംഗ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ സമീർ ഋഷി ഇറക്കി വിട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ സമീർ ഋഷി ഇറക്കി വിട്ടേ, ഒരു 200 അടിക്കാൻ പറ്റുന്ന മാച്ചായിരുന്നല്ലോ. സമീർ ഋഷി ഇറക്കി റൺ റേറ്റ് കുറഞ്ഞു പോയി. ആ സ്ഥാനത്ത് സ്റ്റബ്സ്, അതുപോലെ തന്നെ അസന്തോഷ് ശർമ്മയൊക്കെ താഴെ ഉള്ളപ്പം അവരെ ഇറക്കേണ്ടതായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഈ ഒരു ടീമിനോട് കളിക്കുമ്പോൾ ഈ സ്കോർ തന്നെ ഇത്രയും വേണ്ടി വരില്ല എന്നുള്ള കാര്യം അന്നേരം അറിഞ്ഞില്ല. കുറച്ചും കൂടെ റൺ വേണ്ടിയിരുന്നു അന്നേരം ചിന്തിച്ചിരുന്നു. എന്തായാലും പച്ചയ്ക്ക് തന്നെ പറയേണ്ടി വരും, വളരെ പരിതാപകരമായിട്ടുള്ള ഇത്. ഇവിടെ നിന്നൊരു തിരിച്ചുവരവ് സാധ്യമാണെന്ന് ചോദിച്ചാൽ കാൽക്കുലേഷൻ വെച്ച് നോക്കിയാൽ തിരിച്ചുവരവ് സാധ്യത. പക്ഷേ ഈ ഒരു ടീം കോമ്പിനേഷൻ, ഈ ഒരു ടീമിൻ്റെ ആറ്റിറ്റ്യൂഡും വെച്ചിട്ട് തിരിച്ചു വരുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. നിരാശയുണ്ട് ഭയങ്കരമായിട്ട്. ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും ഒരു ലെഗസി ഉള്ള ഒരു ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടെ ബെറ്റർ ക്രിക്കറ്റ് കാണാൻ പറ്റുമെന്ന് ഈ ഒരു സ്റ്റേജിലെങ്കിലും. പക്ഷേ വളരെ നിരാശപ്പെടുത്തി. തുറന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അത്രയ്ക്ക് വിഷമമുള്ളതുകൊണ്ടാണ്. നമ്മൾ കുറച്ചും കൂടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ക്രിക്കറ്റ് പ്രതീക്ഷിച്ചു CSKയുടെ ഭാഗത്തുനിന്ന്. എന്തായാലും ഇനിയുള്ള മാച്ചുകളിൽ കാണാം. തിരിച്ചു വരുന്ന വീണ്ടും ഒരു നേരിയ പ്രതീക്ഷ ബാക്കി വെച്ചതുകൊണ്ട് ഇവിടെ നിർത്തിയാണ്. അപ്പോൾ അതൊക്കെയാണ് CSK vs ഡൽഹിയെ. കൂടുതലൊന്നും പറയാനില്ല, അതുകൊണ്ടാണ്. അപ്പോൾ മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.